ഹലോ ഡിയേഴ്സ്, മാത്സ് സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അരിത്തമെറ്റിക് സീക്വൻസസിലെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 13 ഉണ്ടല്ലോ, അതിൽ എക്സസൈസ് ക്വസ്റ്റ്യൻസിൽ ഒന്നാമത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓൺലൈൻ ട്യൂഷന് താല്പര്യമുള്ള കുട്ടികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ? അരിത്തമെറ്റിക് സീക്വൻസസ് നോക്കിക്കേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഇങ്ങനെയാണ്: ചെക്ക് വെദർ ഈച്ച് ഓഫ് ദ സീക്വൻസസ് ഗിവൺ ബിലോ ആർ അരിത്തമെറ്റിക് സീക്വൻസസ്, ഗീവ് റീസൺസ് ഓൾസോ, ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസസ്. എന്ന് വെച്ചാൽ എന്താ, ചുവടെ പറഞ്ഞിരിക്കുന്ന ശ്രേണികൾ ഓരോന്നും സമാന്തര ശ്രേണിയാണോ എന്ന് തീരുമാനിക്കുക, കാരണം എഴുതണം. സമാന്തര ശ്രേണിയാണെങ്കിൽ പൊതുവ്യത്യാസം, അതായത് കോമൺ ഡിഫറൻസും കണ്ടെത്തണം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. എന്ന് വെച്ചാൽ എന്താ, 4 കൊണ്ട് ഹരിച്ചാൽ 1 മിച്ചം വരുന്ന സംഖ്യകളുടെ ശ്രേണി ആണ് നമുക്ക് ആദ്യം ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് അതങ്ങ് എഴുതാം. ഫസ്റ്റ് എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. ഓക്കെ, ഒന്നാമത്തത് നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 1. അപ്പോൾ നമുക്ക് എത്രയാണ് വേണ്ടത്? റിമൈൻഡർ 1 വേണം ഓൺ ഡിവിഷൻ ബൈ 4. അപ്പോൾ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 1 റിമൈൻഡർ വരുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണിയാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എണ്ണൽ സംഖ്യകൾ എഴുതി നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 എക്സെട്ര ഇങ്ങനെ പോകും. ഇതാണ് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് അഥവാ എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത്. ആണല്ലോ. നമുക്ക് ചോദിച്ചേക്കുന്നത് എന്താണ്? 4 കൊണ്ട് ഇവയെ, ഈ എണ്ണൽ സംഖ്യകൾ നമ്മൾ 4 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 1 തരുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണിയാണ് എഴുതാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ എണ്ണൽ സംഖ്യ ആയിട്ടുള്ള 1 എടുക്കാം. 1നെ ഞാൻ 4 കൊണ്ട് ഹരിക്കുകയാണ്. അപ്പോൾ ഹരിക്കുമ്പോൾ എത്ര? 4 കൊണ്ട് ഒന്നിനെ പൂർണ്ണമായിട്ട് ഹരിക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് റിമൈൻഡർ എത്രയാണ് കുട്ടികളെ? 1 തന്നെ വരും. അതുകൊണ്ട് നമ്മുടെ ആ ശ്രേണിയിൽ ആദ്യത്തെ സംഖ്യ ആയിട്ടുള്ള ഏതിടം പിടിച്ചു? 1. ഇപ്പോൾ 1 കിട്ടിയേ, 1 കിട്ടി. ഇനി അടുത്ത സംഖ്യ നമുക്ക് നോക്കാം. അടുത്തത് 2 അല്ലേ? അപ്പോൾ 2നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 2 തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്താ വേണ്ടത്? റിമൈൻഡർ 1 ആണ് വേണ്ടത്. അപ്പോൾ 2 വരത്തില്ല. അടുത്ത് 3 എടുക്കുകയാണ് ടീച്ചർ. അപ്പോൾ 3 എടുക്കുമ്പോൾ 3നെ 4 കൊണ്ട് ഹരിക്കുവാണേ. അപ്പോഴും റിമൈൻഡർ 3 അല്ലേ വരത്തുള്ളൂ, അല്ലേ? അപ്പോൾ ആ സംഖ്യ വരുമോ? 3ഉം വരത്തില്ല. ഇനി 4 എടുക്കുകയാണ്. 4നെ 4 കൊണ്ട് ഹരിച്ചാൽ 1 4 4, ശിഷ്ടം 0 ആണ് വരുന്നത്. ശിഷ്ടം 1 ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 4ഉം വരില്ല. അടുത്തിനി 5 നമുക്ക് എടുക്കാം. 5നെ 4 കൊണ്ട് ഹരിക്കാൻ പോവുകയാണേ. 1 4 4, റിമൈൻഡർ എത്രയുണ്ട്? 1. അപ്പോൾ റിമൈൻഡർ 1 കിട്ടിയല്ലേ? അപ്പോൾ നമുക്ക് വേണ്ടത് എന്താ? റിമൈൻഡർ 1 കിട്ടുന്ന സംഖ്യകളാണ് നമുക്ക് വേണ്ടത്. 4 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 1 വരുന്ന എണ്ണൽ സംഖ്യകളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അടുത്ത സംഖ്യ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 5 കിട്ടി, അല്ലേ? ഇനി അടുത്ത് നമുക്ക് 6 നോക്കാം. 6നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര വരും? 1 4 4, ബാക്കി 6ൽ നിന്ന് 4 കുറയ്ക്കുമ്പോൾ 2 ആണ് ശിഷ്ടം വരുന്നത്. അപ്പോൾ അത് വരത്തില്ല. 7 എടുക്കാം. 7 എടുക്കുമ്പോഴത്തേക്കും 4 കൊണ്ട് ഹരിക്കുമ്പോഴത്തേക്കും 1 4 4, ശിഷ്ടം 3 ആണ് വരുന്നത്. അതും വരത്തില്ല. 8 4 കൊണ്ട് ഹരിക്കുമ്പോൾ 2 4 8, ശിഷ്ടം 0 ആണ് വരുന്നത്. അടുത്ത് 9 എടുക്കാം. 9നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 1 4 4, 2 4 8, 2 4 8, ശിഷ്ടം എത്ര വരും? 9ൽ നിന്ന് 8 കുറയ്ക്കുമ്പോൾ 1 വരും. അപ്പോൾ അടുത്ത സംഖ്യ ഏതാണ്? 9 ആണ്. അടുത്ത 10 നമുക്ക് ഹരിച്ചു നോക്കാം. 4 കൊണ്ട് 2 4 8, ശിഷ്ടം എത്ര? 2. അടുത്ത് 11 എടുക്കാം. 11നെ 4 കൊണ്ട് ഹരിക്കാം. 2 4 8, ശിഷ്ടം എത്ര? 3. അടുത്ത് 12 നമുക്ക് എടുക്കാം. 12നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 4 3 ആണ് 12. അപ്പോൾ 3 തവണ 12, ശിഷ്ടം എത്ര? 0. അടുത്ത് 13 എടുക്കാം. 13നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 2 4 8, 4 3 12 അല്ലേ? 3 തവണ 12, ശിഷ്ടം എത്ര വരും? 1 വരും. അപ്പോൾ ശിഷ്ടം 1 വന്നു അല്ലേ? അപ്പോൾ നമ്മുടെ അടുത്ത സംഖ്യ എന്ന് പറയുന്നത് 13. ഇങ്ങനെ പോകും ഈ ശ്രേണി എന്ന് പറയുന്നത്. നമുക്ക് ചോദിച്ചേക്കുന്നത് എന്താണ്? നമുക്ക് കിട്ടുന്ന ആ ഒരു ശ്രേണി എന്ന് പറയുന്നത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയേക്കുന്ന ശ്രേണി എന്ന് പറയുന്നത് ഏതാ?
നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത് ഇതാണ് നമ്മുടെ ശ്രേണി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് നോക്കും അല്ലേ. അപ്പോൾ സെക്കൻഡ് ടേം ആയിട്ടുള്ള 5 മൈനസ് 1 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 4. തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം ചെയ്യാം. 9 മൈനസ് 5 ചെയ്യുമ്പോൾ എഗെയിൻ 4. അടുത്ത് 13 മൈനസ് 9 ചെയ്തേ. 13 മൈനസ് 9 ചെയ്യുമ്പോഴും നമുക്ക് എത്ര തന്നെ കിട്ടുന്നു? 4 തന്നെ കിട്ടുന്നു. അതുകൊണ്ട് എന്താണ് ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഹിയർ there exists a common difference, so given series is an AP. So here there exists a common difference. ഷോർട്ട് ആയിട്ട് ഞാൻ CD എന്ന് എഴുതുവാണെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് CD എന്ന് എഴുതരുത്, കോമൺ ഡിഫറൻസ് എന്ന് തന്നെ എഴുതണം. കോമൺ ഡിഫറൻസ് 4 അല്ലേ. So it is an AP. It is an arithmetic sequence അല്ലെങ്കിൽ arithmetic progression. arithmetic sequence. ഇതൊരു arithmetic sequence ആണ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് arithmetic sequence ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് നമുക്ക് നോക്കാം. നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 1 or 2 ഓൺ ഡിവിഷൻ ബൈ 4. അതായത് 4 കൊണ്ട് ഹരിച്ചാൽ 1 അല്ലെങ്കിൽ 2 ശിഷ്ടം വരുന്ന അല്ലെങ്കിൽ മിച്ചം വരുന്ന സംഖ്യകളുടെ ശ്രേണിയാണ് നമുക്കിനി വേണ്ടത്. ഓക്കെ, അതായത് നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ്, രണ്ടാമത്തെ എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 1 അല്ലെങ്കിൽ 2 ഓൺ ഡിവിഷൻ ബൈ 4. 4 കൊണ്ട് ഹരിക്കുമ്പോൾ 1 അല്ലെങ്കിൽ 2 ശിഷ്ടം വരുന്ന സംഖ്യകളുടെ ശ്രേണി വേണം എഴുതാനായിട്ട്, സംഖ്യകളുടെ ശ്രേണി. അപ്പോൾ നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് എഴുതാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14 ഇങ്ങനെ പോവുകയാണ് നമ്മുടെ എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് റിമൈൻഡർ 1 അല്ലെങ്കിൽ 2 അതാണ് നമ്മൾ എടുക്കുന്നത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് ആദ്യത്തെ സംഖ്യ എടുക്കാം. 1നെ ടീച്ചർ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്ര തന്നെ വരും? 1 തന്നെ വരും അല്ലേ, കാരണം 1നെ പൂർണ്ണമായിട്ട് 4 കൊണ്ട് ഹരിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ 1 ശിഷ്ടം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സീരീസിൻ്റെ ഫസ്റ്റ് നമ്പർ കിട്ടി. എത്രയാണ്? 1. അടുത്ത് 2 എടുക്കുവാണ്. 2നെ 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് 2 റിമൈൻഡർ ആയിട്ട് തന്നെ നിൽക്കും. സോ 2 അടുത്ത സംഖ്യ. അടുത്ത് 3നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് റിമൈൻഡർ 3. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത് റിമൈൻഡർ 1 അല്ലെങ്കിൽ 2. അപ്പോൾ 3 എന്ന് പറയുന്ന സംഖ്യ വരത്തില്ല. ഇനി 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. 4 റിമൈൻഡർ പക്ഷേ 0 ആണ് വരുന്നത്. നമുക്ക് വേണ്ടത് റിമൈൻഡർ 1 or 2 ആണ്. അടുത്ത 5 എടുക്കുവാണേ. അപ്പോൾ 5 എടുക്കുമ്പോഴത്തേക്കും 5നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര കിട്ടും? 4, ബാക്കി റിമൈൻഡർ 1 കിട്ടി. അപ്പോൾ അടുത്ത സംഖ്യ കിട്ടി ഏത്? 5. അടുത്ത് 6 എടുക്കുവാണേ. 6നെ 4 കൊണ്ട് ഹരിക്കുമ്പോഴത്തേക്കും എത്രയാ? 4, റിമൈൻഡർ 2. അപ്പോൾ റിമൈൻഡർ 2 വന്നു അല്ലേ. അപ്പോൾ റിമൈൻഡർ 2 വന്നു. റിമൈൻഡർ 2 വന്നു. ഏത് സംഖ്യയാണത്? 6 എടുത്തപ്പോൾ. അടുത്ത് 8 എടുക്കുമ്പോഴത്തേക്കും റിമൈൻഡർ എത്ര വരും? 0 വരത്തുള്ളൂ അല്ലേ. 4 കൊണ്ട് ഹരിക്കുമ്പോൾ 2, 4, 8 ആണ് റിമൈൻഡർ 0. അടുത്ത് 7 എടുത്ത് നോക്കിക്കേ. 7നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 4, റിമൈൻഡർ 3 ആണ് വരുന്നത്. അപ്പോൾ നമുക്കത് വേണ്ട. അടുത്ത് 8 നമ്മൾ 8 വരെ എത്തിയല്ലേ. അപ്പോൾ അടുത്ത് 9 ആണ്. അടുത്ത് 9 നോക്കിക്കേ. 9നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 2, 4, 8 റിമൈൻഡർ 1. അപ്പോൾ അടുത്ത സംഖ്യ ഏതാണ്? അടുത്ത സംഖ്യ എന്ന് പറയുന്നത് എത്രയാ? 9. ഓക്കെ, അടുത്ത് 10 എടുക്കുക. 10നെ 4 കൊണ്ട് ഹരിക്കുമ്പോഴത്തേക്കും 2, 4, 8 റിമൈൻഡർ 2 ആണ്. അപ്പം നമുക്കത് ആ സംഖ്യ കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 10. ഓക്കെ, അടുത്ത് 11 നമ്മൾ എടുക്കുകയാണ്. 11നെ 4 കൊണ്ട് ഹരിക്കുമ്പോഴത്തേക്കും 2, 4, 8 ബാക്കി റിമൈൻഡർ 3 ആണ് വരുന്നത്. 12നെ ഹരിക്കുമ്പോഴത്തേക്കും റിമൈൻഡർ 0 ആണ് വരുന്നത് അല്ലേ. അടുത്ത് 13 എടുക്കുകയാണേ. 13 എടുക്കുമ്പോൾ 13നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്കറിയാം 3, 4, 12 ആണ് റിമൈൻഡർ 1 വന്നു. അടുത്ത് 13, അടുത്ത് 14 വരും. അപ്പോൾ നമ്മുടെ സീക്വൻസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, 1, 2,
5, 6, 9, 10, 13, 14 എക്സെട്ര ഇങ്ങനെ പോകും കേട്ടോ. ഓക്കെ ഓക്കെ ഇനി നമുക്ക് ഇനി ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? ഈ കിട്ടിയേക്കുന്ന ഈ ഒരു സീക്വൻസ് എന്ന് പറയുന്നത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അതിനെന്താ വേണ്ടേ? കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. ഇവിടെ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 2 അല്ലേ? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 ആണ്. സോ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം 2 - 1 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1 കിട്ടും. അടുത്ത് തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം ചെയ്യാം. 5 - 2 3 6 - 5 again 1. അടുത്ത 9 - 6 3 ഇങ്ങനെ പോകുന്നത് അല്ലേ? അപ്പം നമ്മൾ ഈ ഒരു പാറ്റേൺ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കോമൺ ഡിഫറൻസ് ഉണ്ടോ ഇവിടെ? ഇല്ല. ഇതൊരു സീക്വൻസ് ആണ്, പക്ഷെ എന്നല്ല, അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. ഓക്കെ, സോ ദർ ഈസ് നോ കോമൺ ഡിഫറൻസ് അല്ലേ? കോമൺ ഡിഫറൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്തില്ല, ഇത് എന്തല്ല, ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. ഓക്കെ, സിൻസ് common differences are not same, differences same അല്ലാത്തത് കൊണ്ട് the sequence is not an arithmetic sequence എന്തല്ല? arithmetic sequence അല്ല. ഓക്കെ, അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, അതായത് എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ നമ്പേഴ്സ് ആണ് സീക്വൻസ് ആണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് മൂന്നാമത്തത്. അപ്പോൾ നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3, 4, 5, 6, 7, 8, 9 ഇങ്ങനെ പോകും. ഇവയുടെ സ്ക്വയേഴ്സ് എടുക്കുമ്പോൾ 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16, 5ന്റെ സ്ക്വയർ 25, 6ന്റെ സ്ക്വയർ എത്രയാ? 36, 7ന്റെ സ്ക്വയർ 49, 8ന്റെ സ്ക്വയർ 64, 9ന്റെ സ്ക്വയർ 81 ഇങ്ങനെ പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ സീക്വൻസ്. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ആണോ? കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ, അത് അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. കോമൺ ഡിഫറൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 4 - 1 = 3, 9 - 4 = എത്ര? 5 അല്ലേ? 16 - 9 എത്ര കിട്ടും? 16 - 9 നമുക്ക് ചെയ്ത് നോക്കാം. 16 - 9, 16 9 പോയി കഴിഞ്ഞാൽ 7 അല്ലേ? അപ്പോൾ 7. അപ്പോൾ ഇവിടെ ഒന്നും കോമൺ ഡിഫറൻസ് ഇല്ല. അപ്പോൾ കോമൺ ഡിഫറൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്തല്ല, the given sequence is not an arithmetic sequence. Okay, since common differences, since the differences, common difference എന്ന് പറയാൻ പറ്റത്തില്ല, since these differences are not same, ഈ ഡിഫറൻസുകൾ സെയിം അല്ലാത്തത് കൊണ്ട് തന്നെ the sequence is not arithmetic sequence. The sequence is not an arithmetic sequence. Not an arithmetic sequence. എന്തല്ല? അരിത്തമെറ്റിക് സീക്വൻസിന് ഉദാഹരണമല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കട്ടെ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. എണ്ണൽ സംഖ്യകളുടെ വിപരീത ഭിന്നങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിന്റെ റെസിപ്രോക്കൽസ് ആണ് അടുത്ത് ചോദിച്ചേക്കുന്നത്. ഇപ്പോൾ റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് നാലാമത് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് നമുക്കറിയാം 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എക്സെട്ര. ഇവയുടെ വിത്ത് റെസിപ്രോക്കൽ 1ന്റെ റെസിപ്രോക്കൽ 1/1, ദാറ്റ് ഈസ് 1 തന്നെ അല്ലേ? 2ന്റെ റെസിപ്രോക്കൽ 1/1 നമുക്ക് എഴുതാം. 2ന്റെ റെസിപ്രോക്കൽ 1/2, 3ന്റെ റെസിപ്രോക്കൽ 1/3, 4ൻ്റെത് 1/4, 5ൻ്റെത് 1/5, അടുത്ത് 1/6, 1/7, 1/8 എക്സെട്ര. ഇതാണ് നമ്മുടെ സീക്വൻസ്. ഇതിൽ എന്താ, ഈ ഒരു സീക്വൻസ് എന്ന് പറയുന്നത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറൻസുകൾ, കോമൺ ഡിഫറൻസ് ഉണ്ടോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ചെക്ക് ചെയ്യാം. അപ്പോൾ സെക്കൻഡ് ടേം ആയിട്ടുള്ള 1/2 - 1 ചെയ്യുകയാണ്. അപ്പോൾ എത്ര കിട്ടും? 1/2 - 1 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് -1/2 ആണ്.
അല്ലേ? അങ്ങനെയല്ലേ വരുന്നേ. 1 മൈനസ് 1/2, ഒന്നേന്ന് അര കുറച്ചേ, അപ്പം എത്ര കിട്ടും? അര കിട്ടും അല്ലേ? 1/2 ന്ന് 1 കുറയ്ക്കുമ്പോൾ മൈനസ് അര. വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ സൈൻ കൊടുക്കുന്നു, മൈനസ് ഇട്ട് കൊടുക്കുന്നു. അടുത്ത് 1/3 മൈനസ് 1/2, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. 2 × 1 2 മൈനസ് 3 × 1 3 ഡിവൈഡഡ് ബൈ 3 × 2 6. അപ്പോൾ എത്ര കിട്ടും? 2 മൈനസ് 3 മൈനസ് 1 ഡിവൈഡഡ് ബൈ 6 മൈനസ് 1/6. നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം അല്ലേ? സോ ദർ ഇസ് നോ കോമൺ ഡിഫറൻസ്. അതായത് ഇവിടെ എന്തില്ല, ദ ഡിഫറൻസസ് ആർ നോട്ട് ദ സെയിം. സിൻസ് ദ ഡിഫറൻസസ് ആർ നോട്ട് ദ സെയിം, ദ സീക്വൻസ് ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? അല്ല, അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. എന്തുകൊണ്ടാ? അവിടുത്തെ കോമൺ, ഇവിടെ ഡിഫറൻസസ് എന്ന് പറയുന്നത് കോമൺ അല്ല, കോമൺ ഡിഫറൻസ് ഇല്ല. അതുകൊണ്ട് സീക്വൻസ് എന്ന് പറയുന്നത് എന്തല്ല? അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടെ. രണ്ടിൻ്റെ കൃതികൾ എന്ന് വെച്ചാൽ എന്താണ്? പവേഴ്സ് ഓഫ് 2. രണ്ടിൻ്റെ കൃതികൾ എന്ന് വെച്ചാൽ പവേഴ്സ് ഓഫ് 2. രണ്ടിൻ്റെ പവേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ പവേഴ്സ് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ രണ്ടിൻ്റെ പവേഴ്സ്, അപ്പോൾ 2⁻0 എന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? 2⁻0 1 ആണ് ആക്ച്വലി വരുന്നത്. രണ്ടിൻ്റെ പവേഴ്സ് 2⁻1 2⁻2 2⁻3 2⁻4 2⁻5 എക്സെട്ര ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ 2⁻0 എടുക്കുക. രണ്ടിൻ്റെ പവേഴ്സ് എന്ന് പറയുമ്പോൾ അതും വരും. അപ്പോൾ 1 2⁻0 1, അടുത്ത് 2, അടുത്ത് 4, അടുത്ത് 8, അടുത്ത് 16, അടുത്ത് 16 × 2 ചെയ്യുമ്പോൾ 32 എക്സെട്ര ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഡിഫറൻസസ് എടുക്കാൻ നമുക്ക് 2 - 1 എടുത്തേ ഈക്വൽ ടു 1, 4 - 2 എടുത്തേ, 4 - 2 എടുക്കുമ്പോഴത്തേക്കും നമുക്ക് 2 ആണ് കിട്ടുന്നത്. 8 - 4 എടുത്തേ, അന്നേരം നമുക്ക് 4 ആണ് കിട്ടുന്നത്. 16 - 8 എടുക്കുമ്പോഴത്തേക്കും 8 ആണ് കിട്ടുന്നത്. മനസ്സിലായോ? അപ്പോൾ ദർ ഈസ് നോ കോമൺ ഡിഫറൻസ്. സോ ദ സീക്വൻസ് ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഇപ്പോൾ സീക്വൻസ് എന്തല്ല? അരിത്തമെറ്റിക് സീക്വൻസ്. നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. സീക്വൻസ് എന്തല്ല? അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇതിനകത്തുള്ള. ഒറ്റ സംഖ്യകളുടെ പകുതി, അതാണ് അടുത്തത്. ഹാഫ് ഓഫ് ഓഡ് നമ്പേഴ്സ് ആണ് അടുത്ത് നമുക്ക് ചോദിച്ചേക്കുന്നത്. ലാസ്റ്റ് വൺ, ഹാഫ് ഓഫ് ഓഡ് നമ്പേഴ്സ്. അപ്പോൾ ഓഡ് നമ്പേഴ്സ് നമുക്ക് എഴുതാം. 1 3 5 7 9 11 13 എക്സെട്ര. ഇവയുടെ പകുതി എന്ന് പറയുമ്പോൾ 1/2 3/2 5/2 7/2 9/2 11/2 എക്സെട്ര. ഓക്കെ, ഇനി നമുക്ക് കോമൺ ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കാം. സെക്കൻഡ് ടേം ആയിട്ടുള്ള 3/2 മൈനസ് ഫസ്റ്റ് ടേം ആയിട്ടുള്ള 1/2. ഡിനോമിനേറ്റേഴ്സ് സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? സബ്ട്രാക്ട് ചെയ്യാം. 3 - 1 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 3 - 1 2, 2/2 ഈക്വൽ ടു 1. അടുത്ത തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം ചെയ്യാം. 5/2 മൈനസ് 3/2. അന്നേരം നമുക്ക് എന്ത് കിട്ടും? ഡിനോമിനേറ്റർ ഇവിടെ സെയിം അല്ലേ? അപ്പോൾ ഡിനോമിനേറ്റർ അതുപോലെ എഴുതുക. ന്യൂമറേറ്റേഴ്സ് ഡയറക്റ്റ് സബ്ട്രാക്ട് ചെയ്യാം. 5 - 3 വിച്ച് ഈസ് ഈക്വൽ ടു 5 - 3 ഈസ് 2, 2/2 ഈക്വൽ ടു 1 അല്ലേ? അടുത്ത ഒരു ടേം കൂടെ ചെയ്യാം. ഫോർത്ത് ടേം മൈനസ് തേർഡ് ടേം 7/2 മൈനസ് 5/2 വിച്ച് ഈസ് ഈക്വൽ ടു 7 മൈനസ് 5/2. 7 മൈനസ് 5 2, 2/2 വിച്ച് ഈസ് ഈക്വൽ ടു 1 ആണല്ലോ. സോ ഇവിടെ എന്തുണ്ട്? ഹിയർ ഡിഫറൻസസ് ആർ സെയിം അല്ലേ? സോ ദർ ഇസ് എ കോമൺ ഡിഫറൻസ് അല്ലേ? സോ there exists എ കോമൺ ഡിഫറൻസ് അല്ലേ? ഒരു കോമൺ ഡിഫറൻസ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ there exists എ കോമൺ ഡിഫറൻസ്. സോ എന്താണ്? The sequence is an arithmetic sequence. So the sequence is an arithmetic sequence. Sequence എന്ന് പറയുന്നത് എന്താണ്? arithmetic sequence ആണ്. Sequence is an arithmetic sequence. Arithmetic sequence ആണ്. Sequence എന്താണ്? ഒരു arithmetic sequence ആണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട്. ചുവടെയുള്ള ചിത്രങ്ങൾ നോക്കുക. ഓരോ ചതുരത്തിലും എത്ര ചെറിയ സമചതുരങ്ങളുണ്ട്? ഇതാണ്
See these pictures. How many small squares are in each pictures? ഓരോ ചതുരത്തിലും എത്ര ചെറിയ ചതുരങ്ങളുണ്ട്? അടുത്ത how many large squares എന്ന് വെച്ചാൽ എന്താ? എത്ര വലിയ സമചതുരങ്ങളുണ്ട്? അടുത്ത how many squares in each pictures? അതായത് ആകെ എത്ര സമചതുരങ്ങളുണ്ട്? If we continue the pattern of pictures, are the sequences above arithmetic sequences? ഇങ്ങനെ തുടർന്നാൽ കിട്ടുന്ന ഓരോ ശ്രേണിയും സമാന്തര ശ്രേണിയാണോ? ഇതാണ് ചോദ്യം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്താണ്? ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദെയർ? എത്ര സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് അല്ലേ? അപ്പം നമുക്കത് നോക്കാം, കണ്ടുപിടിക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നമ്പർ ഓഫ് സ്മോൾ സ്ക്വയേഴ്സ് ആർ ദെയർ ഇൻ ഈച്ച് പിക്ചേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ സ്മോൾ സ്ക്വയേഴ്സ്, ഓരോ പിക്ചേഴ്സിലും എത്ര സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് പിക്ചറിൽ നമ്പർ ഓഫ് സ്മോൾ സ്ക്വയേഴ്സ് ഇൻ ഫസ്റ്റ് പിക്ചർ. ആദ്യത്തെ പിക്ചറിൽ എത്ര സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ട്? എത്രയുണ്ട്? 2 എണ്ണമാണുള്ളത്. അപ്പോൾ നമുക്ക് എഴുതാം രണ്ട് സ്മോൾ സ്ക്വയേഴ്സ് ആണുള്ളത്. അടുത്ത നമ്പർ ഓഫ് സ്മോൾ സ്ക്വയേഴ്സ് ഇൻ സെക്കൻഡ് പിക്ചറിനകത്ത് സ്മോൾ സ്ക്വയേഴ്സ് എത്ര എണ്ണം ഉണ്ട്? 1 2 3 4. എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം. അടുത്ത് നമ്പർ ഓഫ് സ്മോൾ സ്ക്വയേഴ്സ് ഇൻ തേർഡ് പിക്ചറിനകത്ത് നമുക്ക് എത്ര സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ട്? 1 2 3 4 5 6. എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. അടുത്ത ഫോർത്ത് പിക്ചറിനകത്താണെങ്കിലോ, ഫോർത്തിനകത്ത് എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8 സ്മോൾ സ്ക്വയേഴ്സ് ആണ് നമുക്കുള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ്? ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എത്ര ലാർജ് സ്ക്വയേഴ്സ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് പിക്ചറിനകത്ത് എത്ര ലാർജ് സ്ക്വയേഴ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പം നോക്കിക്കേ, ഫസ്റ്റ് പിക്ചറിനകത്ത് എത്ര ലാർജ് സ്ക്വയേഴ്സ് ഉണ്ട്? number of large squares in first പിക്ചറിനകത്ത് എത്ര ലാർജ് സ്ക്വയേഴ്സ് ഉണ്ട്? ലാർജ് സ്ക്വയേഴ്സ് ഉണ്ടോ അവിടെ? ഇല്ല, അവിടെ 0 ആണ്. ഇതൊരു റെക്റ്റാങ്കിൾ അല്ലേ വരുന്നത്, അതുകൊണ്ട് അവിടെ 0 ആണ് കൊടുത്തേക്കുന്നത്. നമ്പർ ഓഫ് ലാർജ് സ്ക്വയേഴ്സ് ഇൻ സെക്കൻഡ് പിക്ചറിനകത്ത് എത്ര ലാർജ് സ്ക്വയേഴ്സ് ഉണ്ട്? വലിയൊരു സ്ക്വയർ ഉണ്ട്, ഒറ്റ ഒരെണ്ണമാണുള്ളത് അല്ലേ? അടുത്തത് തേർഡ് പിക്ചറിലോട്ട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ എത്ര ലാർജ് സ്ക്വയേഴ്സ് ഉണ്ട്? കാണിച്ചു തരാം ടീച്ചർ. ഇതൊരു ലാർജ് സ്ക്വയർ ആണല്ലോ. അപ്പൊ ഇതൊരെണ്ണം. അടുത്തത് ഏതാണ്? അടുത്തത് ഇത്. അങ്ങനെ 2 ലാർജ് സ്ക്വയേഴ്സ് ആണ് തേർഡ് പിക്ചറിനകത്തുള്ളത്. അപ്പോൾ 2. ആൻസർ എത്രയാ? 2. ഇനി അടുത്ത ഫോർത്ത് പിക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് ലാർജ് സ്ക്വയേഴ്സ് നിങ്ങൾ എഴുതിക്കോണേ. നമ്പർ ഓഫ് ലാർജ് സ്ക്വയേഴ്സ് ഇൻ ദ ഫോർത്ത് പിക്ചറിനകത്ത് 3 ലാർജ് സ്ക്വയേഴ്സ് ആ വരുന്നത് അല്ലേ? ഒന്ന് ഇത്, അടുത്തത് ഇത്, അടുത്തത് ഇത്. അങ്ങനെ 3 ലാർജ് സ്ക്വയേഴ്സ് ആണ് നമുക്ക് അവിടെ വരുന്നത്. എത്ര എണ്ണം വരുന്നുണ്ട്? 3 എണ്ണം വരുന്നുണ്ട്. എത്രയാ? 3 ലാർജ് സ്ക്വയേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറുമായി ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ് എന്നുള്ളതും ആയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഓൾ ഈച്ച് പിക്ചേഴ്സ് എന്നുള്ളതാണ്. അതായത് ആകെ എത്ര സമചതുരങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആകെ എത്ര സ്ക്വയേഴ്സ് ഉണ്ട് ഓരോ പിക്ചേഴ്സിലും കൂടെ, ആകെ എത്ര സ്ക്വയേഴ്സ് ഉണ്ട്, സമചതുരങ്ങളുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എന്താണ്? നമുക്ക് ആകെയുള്ള സ്ക്വയേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഇൻ ദ ഫസ്റ്റ് പിക്ചേഴ്സ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുമ്പോൾ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഇൻ ഫസ്റ്റ് പിക്ചറിലെ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് നമ്മൾ നോക്കുമ്പോൾ എത്ര കിട്ടും? 1 2. എത്രയാണുള്ളത്? 2. അടുത്ത് നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഇൻ സെക്കൻഡ് പിക്ചറിനകത്ത് നമ്മൾ നോക്കുമ്പോൾ സെക്കൻഡ് പിക്ചേഴ്സിനകത്ത് 1 2
3 4 പിന്നെ ആ വലിയ സ്ക്വയർ, നമ്മുടെ വലിയ സ്ക്വയർ ഉണ്ടല്ലോ ഇത് ഓക്കെ. അങ്ങനെ മൊത്തത്തിൽ എത്ര വരും? 4ന്റെ കൂടെ ഒരു വലിയ സ്ക്വയർ, മൊത്തത്തിൽ 5 എണ്ണം. ഓക്കെ. അടുത്ത നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഇൻ തേർഡ് പിക്ചർ. തേർഡ് പിക്ചറിനകത്ത് നമുക്കുള്ളത് ചെറിയ സ്ക്വയേഴ്സ് എത്രയുണ്ട്? 1 2 3 4 5 6. വലിയ സ്ക്വയേഴ്സോ? വലിയ സ്ക്വയേഴ്സ് നമുക്ക് 2 എണ്ണമാണുള്ളത്. ഒന്ന് ദേ ഇതും, അടുത്തത് ദേ ഇതും. ഓക്കെ. അപ്പോൾ 6 + 2 അപ്പോൾ 8 അല്ലേ? 6 ചെറിയ സ്ക്വയറും 2 വലിയ സ്ക്വയറുമായിട്ട് ആകെ 8 സ്ക്വയേഴ്സ് ആണുള്ളത്. അടുത്ത നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഇൻ ഫോർത്ത് പിക്ചർ. ഫോർത്ത് പിക്ചർ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ചെറിയ സ്ക്വയേഴ്സ് 1 2 3 4 5 6 7 8 സ്ക്വയേഴ്സ് ഉണ്ട്. ഇനി വലുതാ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വലുതാകുമ്പോഴത്തേക്കും ദേ ഒരെണ്ണം ദേ അടപ്പുണ്ട്. ഒരു സ്ക്വയർ ഇതാണ്. അടുത്തത് ദേ ഇത് 2, അടുത്തത് ദേ ഇത് 3. ഓക്കെ, ക്ലിയർ ആയല്ലോ? അങ്ങനെ 3 സ്ക്വയേഴ്സ് ആണുള്ളത്. അപ്പോൾ ചെറിയ സ്ക്വയേഴ്സ് 8, വലിയ സ്ക്വയർ 3. അപ്പോൾ 8 + 3 = 11. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് നമുക്ക് എഴുതാമല്ലോ. ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ആണ് ചോദിച്ചേക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ്. ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് എടുക്കുമ്പോൾ എത്ര കിട്ടും? 2 + 5 + 8 + 11. എത്ര കിട്ടും? അപ്പോൾ 8ഉം 11ഉം 19, 19ഉം 2ഉം 21, 21 + 5 എത്ര വരും നമുക്ക്? 26 സ്ക്വയേഴ്സ് ആണ് ഇൻ ടോട്ടൽ ഉള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് യു കണ്ടിന്യൂ ദ പാറ്റേൺ ഓഫ് പിക്ചേഴ്സ് ആർ ദ സീക്വൻസസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസസ്. ഇഫ് വി കണ്ടിന്യൂ the pattern of pictures are the sequences above arithmetic sequences എന്ന് വെച്ചാൽ മലയാളത്തിൽ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ തുടർന്നാൽ കിട്ടുന്ന ഓരോ ശ്രേണിയും സമാന്തര ശ്രേണിയാണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് നമ്മൾ ഓരോ ചിത്രത്തിലും ആകെ എത്ര സമചതുരങ്ങളുണ്ട്, അതൊന്നാമത്തേത്. അടുത്തത് എന്താണ്? സീക്വൻസ് ഓഫ് ദ നമ്പർ ഓഫ് ലാർജ് സ്ക്വയേഴ്സ്. എത്ര വലിയ സമചതുരങ്ങളുണ്ട്, അപ്പോൾ അതൊരു സീക്വൻസ് കിട്ടി. അടുത്ത ആകെ എത്ര സമചതുരങ്ങളുണ്ട്, അതൊരു സീക്വൻസ് നമുക്ക് കിട്ടി. അങ്ങനെ 3 സീക്വൻസ് ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ നോക്കുകയാണ് ഇവയെല്ലാം എന്താണ്? നമ്പർ സീക്വൻസ് ആണോ അല്ലയോ? ഈ കിട്ടിയേക്കുന്ന നമ്പർ സീക്വൻസസ് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യത്തേത്, അതായത് നോക്കിക്കേ, സീക്വൻസ് ഓഫ് നമ്പർ ഓഫ് സ്മോൾ സ്ക്വയേഴ്സ്. സീക്വൻസ് ഓഫ് നമ്പർ ഓഫ് സ്മോൾ സ്ക്വയേഴ്സിൻ്റെ സീക്വൻസ് നമുക്ക് എങ്ങനെ വന്നത്? 2 4 6 8 അല്ലേ? ഇവിടെ നമ്മൾ കോമൺ ഡിഫറൻസ് എടുക്കാൻ പോവുകയാണ്. 4 - 2 = 2, 6 - 2 = 2 തന്നെ അല്ലേ? അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഒരു കോമൺ ഡിഫറൻസ് ഉണ്ട്. there exists a common difference. സോ ഇതെന്താണ്? സോ ഇറ്റ് ഈസ് an AP. സോ ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അടുത്ത രണ്ടാമത്തെ കേസ്. ഇതിൽ ഒന്നാമത്തെ കേസാണ് നമ്മൾ എടുത്തത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് എന്താണ്? സീക്വൻസ് ഓഫ് നമ്പർ ഓഫ് ലാർജ് സ്ക്വയേഴ്സ്. നമ്പർ ഓഫ് ലാർജ് സ്ക്വയേഴ്സിന്റെ സീക്വൻസ് നമ്മൾ എടുക്കുകയാണ്. നമ്പർ ഓഫ് ലാർജ് സ്ക്വയേഴ്സിന്റെ എത്രയാണ് നമുക്ക് കിട്ടിയത്? 0 1 2 3 എക്സെട്ര. ഇവിടെ കോമൺ ഡിഫറൻസ് നമുക്ക് എടുക്കാം. 1 - 0 = 1, 2 - 1 = 1, 3 - 2 = 1. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഒരു കോമൺ ഡിഫറൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഇതും എന്ത് തന്നെയാണ്? അരിത്തമെറ്റിക് സീക്വൻസ് തന്നെയാണ്. അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഓക്കെ, അടുത്തത് എങ്ങനെ വരുന്നത്? സി, അതായത് സീക്വൻസ് ഓഫ് large total number of squares. Sequence of total number of squares. Total number of squares നമ്മൾ എടുക്കുകയാണ്. നമുക്ക് എന്താ കിട്ടിയത്? 2 5 8 11 എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് കിട്ടിയത് അല്ലേ? സോ ഇവിടെ നമ്മൾ അതിൻ്റെ കോമൺ ഡിഫറൻസ് എടുക്കുക. 5 - 2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 3. 8 - 5 എടുക്കുമ്പോഴത്തേക്കും എന്താണ്?
8 മൈനസ് 5 എടുക്കുമ്പോഴും 3, 11 മൈനസ് 8 എടുത്താലും 3 തന്നെയാണ്. സോ ദർ ഈസ് എ കോമൺ ഡിഫറൻസ്. സോ ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ, ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഇത് എന്ത് തന്നെയാണ്, ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നെയാണ്. ഓക്കെ, മനസ്സിലായല്ലോ. സോ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെച്ചോളൂ. അപ്പോൾ എങ്ങനെയാ വന്നെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷൻ വഴി അറിയിച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മളിന്ന് നോക്കിയ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നല്ലപോലെ എഴുതി പഠിക്കുക. ഓക്കെ, പേജ് നമ്പർ 13-ലെ എക്സസൈസിലെ 1-മത്തെയും 2-മത്തെയും ചോദ്യങ്ങളാണ് കേട്ടോ നമ്മളിന്ന് പ്രാക്ടീസ് ചെയ്തത്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ അടുത്ത ചോദ്യമായിട്ട് ടീച്ചർ വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.